Hi everyone, welcome to Commerce World. Calicut University second semester MCom Advanced Corporate Accounting എന്ന സബ്ജക്റ്റ് ഇത് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്നുള്ള 4th ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് സെക്കൻഡ് മൊഡ്യൂൾ ആണ്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നത് ലിക്വിഡേഷൻ, ദെൻ മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ ആണ്. സോ ഇതിൽ ആദ്യം വരുന്നത് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് കമ്പനി വൈൻഡിങ് അപ്പ് എന്നുള്ളതാണ്. So the legal procedure by which a company is to be closed completely is known as liquidation. Then when liquidation takes place, assets of the company are sold out and of the proceeds, claims of creditors are settled എന്നുള്ളതാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. സോ ഈ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി വന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. സോ അസറ്റ്സ് വന്നിട്ട് അസറ്റ്സ് സോൾഡ് ചെയ്യും, ദെൻ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് വന്നിട്ട് സെറ്റിൽ ചെയ്യും. ഈ അസറ്റ്സ് സോൾഡ് ചെയ്ത ആ പൈസന്നായിരിക്കും നമ്മുടെ ഈ ക്രെഡിറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്യണത്. ഓക്കെ, സോ ഇതിന് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ആ ലിക്വിഡേറ്റർ ആയിരിക്കും ഈ ലിക്വിഡേഷൻസിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ദെൻ ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ ആണ്. സോ ഇതിൽ ആദ്യം വരുന്നത് കമ്പൾസറി വൈൻഡിങ് അപ്പ്, ദെൻ വോളണ്ടറി വൈൻഡിങ് അപ്പ്, ദെൻ വൈൻഡിങ് അപ്പ് സബ്ജക്ട് ടു ദ സൂപ്പർവിഷൻ ഓഫ് കോർട്ട് എന്നുള്ളതാണ് 3 ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ ആദ്യം വരുന്നത് കമ്പൾസറി വൈൻഡിങ് അപ്പ് ആണ്. സോ ഈ കമ്പൾസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഈ വൈൻഡിങ് അപ്പ് നമ്മൾ ചെയ്യുന്നത് കോർട്ടിന്റെ ഓർഡർ തന്നതിന്റെ ബേസിസിലായിരിക്കും കമ്പൾസറി വൈൻഡിങ് അപ്പ് നടക്കുന്നത്. കോർട്ട് വന്നിട്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും, ഒരു പെറ്റീഷൻ കൊടുക്കുന്നതായിരിക്കും കമ്പൽസറി ആയിട്ട് ഈ ഓർഗനൈസേഷൻ വൈൻഡിങ് അപ്പ് ചെയ്ത് പോവണം എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ വന്നിട്ട് നമ്മുടെ ഇതെന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് ഇസ് പ്രസന്റഡ് ബൈ ദ കമ്പനി ഓർ എനി ക്രെഡിറ്റർ ഓർ എനി കോൺട്രിബ്യൂട്ടർ ഓർ ഓൾ ഓർ എനി ഓഫ് ദ പാർട്ടീസ് ടുഗദർ ആൻഡ് ദ രജിസ്റ്റർ എ പേഴ്സൺ അഥറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇവരൊക്കെ ആയിരിക്കും ഈ വൈൻഡിങ് അപ്പ് എന്നുള്ള കമ്പൽസറി വൈൻഡിങ് അപ്പിന് വന്നിട്ട് പ്രസന്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഈ കോർട്ടിന്റെ ഓർഡർ റിസീവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളുടെ ഈ പെറ്റീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മളുടെ ഈ വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിലോട്ട് നമ്മൾ പോകുന്നത്. സോ ആ കോർട്ട് ഓർഡറിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ അസറ്റ്സ് ആണ് വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെ ആരിന്റെ ഒക്കെ ലൈബിലിറ്റീസ് ആദ്യം പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം വന്നിട്ട് നടക്കുന്നത് ആ കോർട്ടിന്റെ ഓർഡറിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പൾസറി വൈൻഡിങ് അപ്പ്. ദെൻ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ കമ്പനി തന്നെ സ്വമേധയായിട്ട് വൈൻഡിങ് അപ്പ് നടത്തുന്നതാണ്. ഓക്കെ, കമ്പനിക്ക് തന്നെ അറിയാം ഇനി ഈ ഓർഗനൈസേഷൻ റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലോസ് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലാതെ പ്രോഫിറ്റിലോട്ടൊന്നും ഈ കമ്പനി പോകുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ തന്നെ കമ്പനി തന്നെ സ്വമേധയായിട്ട് ചെയ്യുന്നതാണ് ഈ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് വന്നിട്ട് നമുക്ക് 2 തരത്തിലാകും. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ദെൻ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും. ഇതിൽ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. കമ്പനി ഒരു ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ആദ്യത്തെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് അതിന്റെ ബേസിസിലായിരിക്കും ഈ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ വന്നിട്ട് കമ്പനിത്തെ എല്ലാ മെമ്പേഴ്സും ഇൻവോൾവ് ചെയ്തിട്ടാകും ഈ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്നത്. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് ഈ കമ്പനി സോൾവെന്റ് ആവുന്ന So when the company is solvent, the members can take a decision to wind up the company without consulting creditors. It is known as members voluntary winding up. So ഇതിൽ മെമ്പേഴ്സ് ആയിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അല്ലാതെ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതാണ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ദെൻ വരുന്നത് ക്രെഡിറ്റേഴ്സിന്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. ക്രെഡിറ്റേഴ്സിന്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ ദ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഇസ് അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് ഇൻസോൾവെന്റ് കമ്പനീസ്. ഓക്കെ, നമ്മുടെ മെമ്പേഴ്സ് വോളണ്ടറി ആവുന്ന സമയത്ത് സോൾവെന്റ് കമ്പനിയാണ്, ഇവിടെ നിന്ന് വരുമ്പോൾ ഇൻസോൾവെന്റ് കമ്പനി ആവുന്ന സമയത്താണ്. സോ ദ കമ്പനി ഷാൾ കോൾ എ മീറ്റിംഗ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ്, ദെൻ ദ മീറ്റിംഗ് ടു ബി ഹെൽഡ് ഓൺ ദ same day on which the company hold a general meeting of its members for the voluntary winding up. Then also the meeting of the creditors will pass the resolution to wind up the company voluntarily എന്നുള്ളതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ദെൻ മൂന്നാമത്തതാണ് വൈൻഡിങ് അപ്പ് സബ്ജക്ട് ടു ദ സൂപ്പർവിഷൻ ഓഫ് ദ കോർട്ട്. ഇത് വന്നിട്ട് കോർട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് റയർ ആണ്. അതായത് ഇപ്പൊ നമ്മളുടെ കമ്പനി വന്നിട്ട് എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് കോർട്ട് വന്നിട്ട് തന്നെ ഇടപെട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സോ ഇറ്റ് ഇസ് ദ വോളണ്ടറി വൈൻഡിങ് അപ്പ് done under the supervision of the court. The court passes such an order for the liquidation on the application of any creditors or contributory or liquidator of the company itself when the liquidator under a voluntary winding up is dazed or careless in collecting the assets of the company or the resolution
to wind up the company was obtained by fraud. Such a winding up is done to protect the interest of the creditors and contributors or members of the company. അതായത് ഈ ഓർഗനൈസേഷനിലുള്ള ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള മെമ്പേഴ്സോ ലിക്വിഡേറ്റേഴ്സോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഈ അസറ്റ്സ് വിൽക്കുന്ന സമയത്ത് ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണം. അതായത് 50,000 വിറ്റ് കിട്ടുന്ന പൈസനെ വാങ്ങിച്ചിട്ട് 40,000 കിട്ടി എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ അറിഞ്ഞ് ഇത് വന്നിട്ട് കോർട്ടിലോട്ട് പറയുന്ന സമയത്ത് ഈ അസറ്റ്സ് വിറ്റ് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ ഈ ക്രെഡിറ്റേഴ്സിനും മറ്റുള്ള ആൾക്കാരിന് പേ ചെയ്യുന്നതും എല്ലാം വന്നിട്ട് ചെയ്യുന്നത് കോർട്ടായിരിക്കും. ഇത് വന്നിട്ട് ഈ കമ്പനിയോ അല്ലെങ്കിൽ ആരെങ്കിലും ക്രെഡിറ്റേഴ്സോ ആയിരിക്കും ഈ കാര്യങ്ങൾ അങ്ങോട്ട് കോർട്ടിനെ അറിയിക്കുന്നത്. സോ അതിന്റെ ബേസിസിലായിരിക്കും ഈ കോർട്ട് ഇടപെട്ട് മറ്റുള്ളവർക്കൊക്കെ ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആ സാഹചര്യങ്ങളാണ് നമ്മളുടെ ഈ വൈൻഡിങ് അപ്പ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ 3 ടൈപ്പിലുള്ള വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ദെൻ ഈ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞത്. സോ ഈ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. കമ്പനി അപ്പോയിന്റ് ചെയ്യണമെന്നാണെന്നാ പറഞ്ഞത്. സോ ഈ ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ ഹു ഈസ് അപ്പോയിന്റഡ് ഫോർ the purpose of liquidation of the company. One or more persons may be appointed as the liquidator without considering the mode of liquidation. So in this case of compulsory winding up by the court, the liquidator is appointed by the court. അതായത് കമ്പൽസറി വൈൻഡിങ് അപ്പ് ആവുന്ന സമയത്ത് കോർട്ട് ആയിരിക്കും ഈ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യണത്. Then in the case of the high court, the office of the liquidator is attached to the high court. In the case of voluntary winding up ആണെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ആ മെമ്പേഴ്സ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ജനറൽ മീറ്റിംഗ് ഒക്കെ നടത്തുമല്ലോ, ആ സമയത്ത് ഈ മെമ്പേഴ്സ് ആയിരിക്കും ലിക്വിഡേറ്റർ ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ ആ മീറ്റിംഗിൽ തന്നെ. പക്ഷെ ഈ കോർട്ട് വന്നിട്ട് ഇടപെടുന്ന സമയത്ത് ആ കോർട്ടായിരിക്കും ഇയാളുടെ റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സ് ആണ് ആ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗിലായിരിക്കും ഈ ലിക്വിഡേറ്ററിന്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ വന്നിട്ട് ക്രെഡിറ്റർ ആയിരിക്കും ഈ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതും. ഓക്കെ, ദെൻ ലിക്വിഡേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഹി റിയലൈസ് ഓൾ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി വിച്ച് ഇസ് ഗോയിങ് ടു ബി ലിക്വിഡേറ്റഡ്. ദെൻ ഓൾസോ ഹി കളക്ട് ദ എമൗണ്ട് ഡ്യൂ from the contributors. Then also he distribute the sales proceeds of the assets of the company and the amount collected from the contributors in the following order എന്നുള്ളതാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ അപ്പൊ ഇതാണ് ലിക്വിഡേറ്റേഴ്സ് ഇൻ ദ ലിക്വിഡേഷൻ, ദെൻ മോഡ്സ് ഓഫ് ലിക്വിഡേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലിക്വിഡേഷൻ ചെയ്യുന്ന അക്കൗണ്ട് ആണ്. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾക്ക് എന്തൊക്കെ വരുന്ന വെച്ചാൽ ഒന്ന് വന്നിട്ട് നമ്മളുടെ അസറ്റ്സ്, കമ്പനിയുടെ അസറ്റ്സ്, പിന്നെ വന്നിട്ട് ഡെപ്റ്റും ലൈബിലിറ്റീസും, പിന്നെ അതേപോലെ തന്നെ ദ നെയിം, resistance and the occupation of the company's creditors and state the amount of the secured and unsecured creditors separately. Then in the case of secured creditors, the details of the securities given, their value and date on which given, etc. should be also stated. Okay, then the debt due to the company എന്നുള്ളതാണ്. ആ ഡെപ്റ്റ് വരുന്ന സമയത്ത് നെയിം, അഡ്രസ്, ഒക്യുപ്പേഷൻ, ദെൻ പേഴ്സൺസിന്റെ ഡെപ്റ്റ്സ് എത്രയാണ്, അത് എപ്പോഴാണ് ഡ്യൂ ആകുന്നത് എന്നുള്ളതൊക്കെ കാണിക്കും. അതേപോലെ തന്നെ അതിന്റെ റിയലൈസ്ഡ് വാല്യൂ എത്രയാണ് എന്നുള്ളതും കാണിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. സോ ഈ റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ, അതായത് ഫെയർ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മേടിച്ച അതിന്റെ വാല്യൂ ആണ്. ഫെയർ വാല്യൂ എന്ന് പറയുമ്പോൾ 5 lakh ആണ് നോക്കി. റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്ന സമയത്ത് ആ അസറ്റ്സ് വിറ്റിട്ട് നമ്മൾക്ക് കിട്ടുന്ന പൈസയാണ് റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയലൈസ്ഡ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്, അല്ലാതെ ഫെയർ വാല്യൂ അല്ല എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓർ ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് ഡെഫിഷ്യൻസി അക്കൗണ്ടും സർപ്ലസ് അക്കൗണ്ടും തനിച്ചായിരിക്കും വരുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾക്ക് ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് തനിച്ചായിരിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, സോ ആദ്യം വന്നിട്ട് ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളതാണ്. സോ ഒരു വലിയ ടേബിൾ തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ആദ്യം വന്നിട്ട് അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ എന്നുള്ളതാണ്. അതായത് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ചെയ്യാത്ത അസറ്റ്സ്, അതായത് ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്ത അസറ്റ്സ് എന്നുള്ളതാണ് അതിന് പറയുന്നത്. ഓക്കെ, ആസ് പെർ ലിസ്റ്റ് എ ആണ്. സോ ബാലൻസ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ബിൽസ് റിസീവബിൾ, ട്രേഡ് ഡെപ്റ്റേഴ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസ്, ദെൻ അൺപെയ്ഡ് കോൾസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ദെൻ ഓൾസോ ഫ്രീ ഹോൾഡ് property, land and building, then leasehold property, plant and machinery, furniture, fittings, then investment or other than marketable securities,
ലൈഫ് സ്റ്റോക്സ്, ദെൻ അതർ പേയ്മെന്റ്സ്. ഇതൊക്കെ ലിസ്റ്റ് എയിൽ വരുന്നതാണ്. ദെൻ ലിസ്റ്റ് ബി എന്ന് പറയുമ്പോൾ അസറ്റ് സ്പെസിഫിക്കലി പ്ലെജ്ഡ് ആണ്. ഇതിൽ വന്നിട്ട് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ആണ്. ദെൻ ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ദെൻ ഡെഫിഷ്യൻസി റാങ്കിങ് അൺസെക്യൂർഡ്, ദെൻ സർപ്ലസ് ആസ് ക്യാരിഡ് ടു ലാസ്റ്റ് കോളം എന്നുള്ളതാണ്. അതായത് ഒറിജിനൽ വാല്യൂ, ദെൻ അതേപോലെ തന്നെ അതിന്റെ റിയലൈസ്ഡ് വാല്യൂ എന്നുള്ളത്, ദെൻ അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണ് എന്നുള്ളതാണ്. അത് അസറ്റ്സിൽ നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് വരുന്നത് സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ് ആണ്. അതായത് ഈ ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയും നമ്മൾ ചെയ്തില്ലേ, അതിന്റെ സമ്മറിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അതിന്റെ സമ്മറി നമ്മൾ എഴുതിയതിനു ശേഷമാണ് നമ്മൾക്ക് വരുന്നത്. ദെൻ ഇപ്പുറത്തുകൂടി ഒരു കോളം വരും ഗ്രോസ് ലൈബിലിറ്റീസ് എന്നുള്ളത്. ഈ ഗ്രോസ് ലൈബിലിറ്റീസിൽ നമ്മൾ ഈ ലൈബിലിറ്റീസ് വന്നിട്ട് ഇപ്പുറത്തും എഴുതും, ഞങ്ങളുടെ റൈറ്റ് സൈഡും ആസ് വെൽ ലെഫ്റ്റ് സൈഡും നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡ് എഴുതുന്നത് വന്നിട്ട് എത്രത്തോളം നമ്മൾക്ക് കൊടുത്ത് തീരാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാർക്ക് നമ്മളിവിടെ എഴുതുന്നതായിരിക്കും. നമ്മൾക്ക് കൊടുത്തു തീർന്ന സമയത്ത് ആ അമൗണ്ട് ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ അവിടെ എഴുതില്ല, അവിടെ തന്നെ വെച്ച് ആ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ലൈബിലിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ആരൊക്കെയാണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത് അവർക്കൊക്കെ നമ്മൾ ആദ്യം കൊടുത്തു തീർക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നമ്മുടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് നമ്മൾ ഇവിടെ കൂടി എഴുതണം. അതേപോലെ തന്നെ ഗ്രോസ് ലൈബിലിറ്റീസിൽ നമ്മൾ കാണിക്കണം. ദെൻ ലിസ്റ്റ് സിയിൽ വന്നിട്ട് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ് ആദ്യം പേ ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം ഡിബഞ്ചർ ഹോൾഡേഴ്സ്, D4 ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അവർക്കാണ് നമ്മളുടെ ലിസ്റ്റ് ഇ. ദെൻ നമ്മൾക്ക് വരുന്നത് ലിസ്റ്റ് എഫ് ആണ്. ലിസ്റ്റ് എഫ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ഓക്കെ, ദെൻ ലിസ്റ്റ് ജിയിൽ വന്നിട്ട് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഈച്ച് കോൾഡ് അപ്പ് ഷെയർസ് ആണ്. ദെൻ ലാസ്റ്റ് നമ്മൾക്ക് വരുന്നത് H ആണ്, എസ്റ്റിമേറ്റഡ് ഡെഫിഷ്യൻസി ആസ് റിഗാർഡഡ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. സോ ഈ A to H വരെ വരുന്നതിൽ നമ്മൾക്കിവിടെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ നമ്മൾക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തത് തന്നെ പൈസ തീരുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾക്ക് വരുന്നവർക്കൊന്നും പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ വെച്ച് തന്നെ ഈ അക്കൗണ്ട് ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വരുന്നത് നമ്മൾക്ക് ലിസ്റ്റ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ലിസ്റ്റ് എ, ലിസ്റ്റ് ബി, ലിസ്റ്റ് സി, ലിസ്റ്റ് ഡി, ലിസ്റ്റ് ഇ, എഫ്, ജി, എച്ച് ഇതൊക്കെ ആർക്കാർക്കാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡെഫിഷ്യൻസി ഓർ സർപ്ലസ്, അതായത് ലിസ്റ്റ് H ആണ് ഇത്. സോ നമുക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറച്ച് ലിസ്റ്റ് Hൽ കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.